ഇപ്പോൾ ശ്രീ എൻ ബാദുഷ കൂടി ചേരുന്നുണ്ട്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതാവാണ്. ശ്രീ ബാദുഷ, ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തുരങ്കപാതയുമായി മുന്നോട്ട് പോകരുത് എന്നതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതെന്തുകൊണ്ടാണ്? കേൾക്കാം ശ്രീ ബാദുഷ. അതായത് ഈ തുരങ്കപാതയുമായി മുന്നോട്ട് പോകരുത് എന്നതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതെന്തുകൊണ്ടാണത്? ഈ തുരങ്കപാതയായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ പരിസ്ഥിതി അതുപോലെ തന്നെ സാംസ്കാരിക മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഒരു ധർണയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ തുരങ്കപാത വയനാടിന്റെ നാശമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പിളർത്തുകൊണ്ടുപോകുന്നതായ ഈ തുരങ്കപാത കൊണ്ട് വയനാടിന് യാതൊരുവിധ ഗുണങ്ങളും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, വയനാടിൽ സർവനാശം ഉണ്ടാവുകയും ചെയ്യും. വയനാടിന്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും വയനാട്ടിലെ യാത്രാ പ്രശ്നത്തിന് അതല്ലെങ്കിൽ ചുരത്തിൽ ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരമാവുമെന്ന് പറഞ്ഞുകൊണ്ടാണ് 2500 കോടി രൂപ ചെലവിടതായി ഈ പദ്ധതി വന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നിരന്തരം 1984 മുതലുള്ള കഥകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. 1984 ഈ തുരങ്കത്തിന് തൊട്ടടുത്തുള്ള മുണ്ടക്കൈയിൽ ഉണ്ടായ വലിയ ദുരന്തത്തിൽ, വലിയ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 30ഓളം ആദിവാസികൾ മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പുത്തുമല ദുരന്തം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തം അറിയാം. അങ്ങനെ നിരന്തരം ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുന്ന അതീവ ദുർബലമായ പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള ഒരു പ്രദേശത്ത് കൂടി ഇത്ര ലാഘവത്തോടുകൂടി തെറ്റായ കുക്ക് ചെയ്ത പരിസ്ഥിതി അനുമതി തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് സമ്പാദിച്ച, വളരെ ധൃതിപ്പെട്ട് നടപ്പിലാക്കിയ, വലിയ ഗൂഢാലോചനമായി നടപ്പിലാക്കിയ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒരു കോൺട്രാക്ട് കമ്പനി ദിലീപ് കൺസ്ട്രക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തുരങ്കപാത അത് വയനാടിന്റെ മാത്രമല്ല ആനക്കാംപൊയിൽ പ്രദേശത്തുള്ള ജനപദങ്ങളെ അടക്കം നീക്കം ചെയ്യും. ഇപ്പോൾ ഉള്ളത് പ്രകൃതിയുടെ ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇതിൽ നിന്നും പാഠം പഠിച്ച് ഇത് നിർത്തൽ ചെയ്തിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത് അതിഭയാനകമായ ഊഹാതീതമായ ദുരന്തമായിരിക്കും. അതെങ്ങനെയെന്ന് നമുക്കിപ്പോ പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. അതായത് ഈ കൃത്യമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല, തുടർച്ചയായി ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന ഭൂപ്രദേശമാണ്. അതിലൂടെ ഒരു തുരങ്കപാത നിർമ്മിച്ചാൽ അത് വലിയ അപകടം വരുത്തിവെക്കും എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ അത്തരം പ്രതിഷേധങ്ങൾ തുടരുകയാണ്. വളരെ നന്ദി ശ്രീ എൻ ബാദുഷ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ ബാദുഷ സൂചിപ്പിച്ചത് 1984 മുതൽ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിവരമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.